ഓർമ്മയുണ്ടോ? പണ്ടൊക്കെ സ്കൂൾ അടയ്ക്കാനും ഓണവും വിഷുവും ക്രിസ്മസ് ഒക്കെ ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. ബാക്കിയുള്ളവർക്ക് അതൊരു ഫെസ്റ്റിവൽ ആയിരുന്നെങ്കിലും നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള കസിൻസിനെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമായിരുന്നു. എല്ലാവരും കൂടെ അമ്മൂമ്മയുടെ വീട്ടിലെ ഒത്തുകൂടുക. രാവിലെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അങ്ങ് എത്താൻ വേണ്ടിയിട്ട് ഒരു സമാധാനവും കാണില്ല. അവിടെ എത്തിക്കഴിഞ്ഞാലോ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റില് പെട്ടെന്ന് കളിക്കാൻ ഓടും. എല്ലാ വീട്ടിലൊരു മാവുണ്ടായിരുന്നു. കല്ലൊക്കെ എടുത്തെറിഞ്ഞ് മാങ്ങയൊക്കെ വീഴ്ത്തി അതിനെ തല്ലി ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി. പിന്നെ ചാമ്പയ്ക്ക പറിക്കാൻ പോവും, പേരയ്ക്ക പറിക്കാൻ പോവും, എല്ലാ മരങ്ങളും കയറും. ഇതെല്ലാം കഴിച്ചിട്ട് കഞ്ഞിയും കറിയും കളിക്കും, ചിരട്ട വെച്ചിട്ട് പന്ത് കളിക്കും, ഓലയുടെ മടൽ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കും. ഇനി ഇതിനൊന്നും ജയിച്ചില്ലെങ്കിലോ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി കളിയൊക്കെ നശിപ്പിക്കുക. എന്നിട്ട് നേരെ ഉച്ചയാകുമ്പോഴത്തേക്കും ആഹാരം കഴിക്കാൻ വേണ്ടി പോകും. അവിടെ ചെന്നാലോ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കും. ആരും ഒറ്റയ്ക്കാക്കില്ല. അതും കഴിഞ്ഞത് അരമണിക്കൂർ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ആറ്റിലെ കുളി നിർബന്ധ. 2 മണിക്കൂർ ചാടി തിമിർത്ത് വീട്ടിൽ നിന്നുള്ള വിളി വരുന്നത് വരെ അവിടെ കിടന്ന് കളിക്കും. എന്നിട്ട് തുമ്മലൊക്കെ ആയിട്ട് തിരിച്ചു പോവുക. അത് കഴിഞ്ഞൊരു സന്ധ്യ കഴിയുമ്പോഴത്തേക്കും നമുക്കൊക്കെ ഒരു മാമനുണ്ടാവും CD ഒക്കെ ഇട്ട് സിനിമ കാണിക്കാൻ വേണ്ടിയിട്ട്. ആ സിനിമയെല്ലാം കണ്ടിട്ട് എല്ലാ കുട്ടികളും തറയിൽ ഒരുമിച്ച് പായില കിടന്നുറങ്ങുക. രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പ്രേതകഥകളൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് അവസാനം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. ഇപ്പൊ ഈ പറയുന്ന നമ്മളെല്ലാരും വളർന്നു, നമ്മൾ കരിയറിലും ഫാമിലിയിലൊക്കെ ഒത്തിരി ബിസിയായി, നമുക്ക് സമയം ഇല്ലാണ്ടായി. പക്ഷെ ശരിക്കും സമയം ഇല്ലാത്തോണ്ടാണോ ശ്രമിക്കാത്തോണ്ടാണോ എനിക്കറിയില്ല.